അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു സർ. വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. തിരഞ്ഞെടുപ്പ് തിരിച്ചടിയിൽ ഇടതുപക്ഷത്തിനെതിരെ ആദ്യം രൂക്ഷ വിമർശനം ഉന്നയിച്ചത് യാക്കോബായ സഭ നിരണം ഭദ്രാസനാധിപനായിരുന്ന ഗീവർഗീസ് മാർ കൂർലോസ് ആണ്. അദ്ദേഹത്തിന്റെ വാക്കുകളെ ഫലത്തിൽ പകർത്തിയെടുത്ത് ചർച്ച ചെയ്യുകയായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ്. പൊതുവേദിയിലടക്കം മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം തിരിച്ചടിയായി. ഭരണവിരുദ്ധ വികാരം മനസ്സിലാക്കാനായില്ല. നേതാക്കളുടെ മക്കൾ ഭരണത്തണലിൽ കച്ചവടം നടത്തി പണമുണ്ടാക്കുന്നു എന്ന എതിർചേരിയുടെ പ്രചാരണത്തെ പ്രതിരോധിക്കാനായില്ല. വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിലും ജനങ്ങളോട് ഇടപെടുന്നതിലും മന്ത്രിമാർ തികഞ്ഞ പരാജയമാണ്. പെൻഷൻ കുടിശ്ശിക ഒരു വിഭാഗത്തെ എതിരാക്കി. നവകേരള സദസ് നടത്തിപ്പിനായുള്ള പണപ്പിരിവ് കണക്കിൽ വ്യക്തതയില്ലായിരുന്നുവെന്നും അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. പത്തനംതിട്ട മണ്ഡലത്തിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളിലടക്കം ഇടത് സ്ഥാനാർത്ഥിക്ക് പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയില്ലെന്നും നേതൃയോഗം വിലയിരുത്തി. അതേസമയം ഗീവർഗീസ് മാർ കൂർലോസിന്റെ വിമർശനക്കുറിപ്പിൽ എവിടെയും മുഖ്യമന്ത്രി എന്ന വാക്ക് ഉൾപ്പെട്ടിരുന്നില്ല. അതുകൂടി കൂട്ടിച്ചേർത്താണ് ജില്ലാ നേതൃയോഗം കാര്യങ്ങൾ വിശകലനം ചെയ്തത്. കേന്ദ്ര കമ്മിറ്റി അംഗം TM തോമസ് ഐസക്, മന്ത്രി VN വാസവൻ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു നേതൃയോഗം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.